Hi guys, welcome back to my YouTube channel. So in this video, I'm gonna share all my secrets on how I ended up scoring 95 out of 100 in physics CBSE class 12 board exams. So let's get into the video. First of all, you have to know a little bit out of the box. പക്ഷേ out of the box necessarily doesn't mean out of syllabus. നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ വെറൈറ്റി is very much important. And one book that saved me എന്ന് പറയുന്നത് is this book. It's Move Fast with Physics. ഞാൻ ഈ ബുക്ക് പർച്ചേസ് ചെയ്തത് was last month of my board examination. And I regretted it so much because this is kind of a big book. I was very tense because ഇത് മുഴുവൻ ചെയ്തു തീർക്കണ്ടേ, പക്ഷെ I grinded and I tried to do maximum questions possible, and this one book is the best book you can get for physics. Like, trust me. അത് കുറച്ച് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു, വളരെ കുറച്ചുള്ളൂ. ബാക്കിയെല്ലാം തന്നെ CBSEയുടെ പ്രീവിയസ് ഇയർ ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് വളരെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ വളരെ ആപ്ലിക്കേഷൻ ഓഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എന്താ പറയുക, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചെയ്താൽ തന്നെ യു ആർ ഗുഡ് ടു ഗോ. ഈ ബുക്കിലെ തിയറി പാർട്ട് ഇസ് ഷെഫ്സ് കിസ്. ഇപ്പോൾ കപ്പാസിറ്റേഴ്സ് ഒക്കെ എനിക്ക് കുറച്ച് മനസ്സിലാക്കാൻ പാടുള്ള ഒരു പോർഷനായിരുന്നു. അതായത് കപ്പാസിറ്റേഴ്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഡൈഇലക്ട്രിക്കിൻ്റെ പാർട്ടൊക്കെ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇവർ കൊടുത്തിട്ടുണ്ട്. Second point is reading NCERT. I know it's so cliche. Everybody says it. But നമ്മൾ എത്ര പേര് will take the effort to read this NCERT, especially physics, where it is 80% blabber and 20% content. But we are hunting for that 20%, guys. നിങ്ങൾ NCERT വായിക്കുക. But you shouldn't first take NCERT. ആദ്യം നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം you have to do the questions of this chapter. Then take NCERT. നിങ്ങൾ പഠിച്ചിട്ട് NCERT വായിക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ you know this chapter. So കുറച്ച് ജെം പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് നിങ്ങൾ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്തായാലും സഹായിക്കും. ഞാനും NCERT വായിച്ചിട്ടില്ലായിരുന്നു അൺടിൽ മൈ ലാസ്റ്റ് മന്ത്. ഞാനത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദ അമൗണ്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇറ്റ് ഹാസ് എന്നെനിക്ക് മനസ്സിലായത്. ആൻഡ് ഇവർ ഇതിൽ നിന്ന് തന്നെ എടുത്ത് ക്വസ്റ്റ്യൻ ഇടും. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ നിന്ന് അസേർഷൻ റീസൺ എടുത്തിടും, അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിടും. ബിക്കോസ് നോബഡി കെയർസ്. ആരും NCERT വായിക്കാൻ കെയർ ചെയ്യുന്നില്ല. ട്രൈ ടു മേക്ക് എ ബുക്ക് ഔട്ട് ഓഫ് ഇറ്റ്. ഒരു ചെറിയ നോട്ട്ബുക്ക് അല്ലെങ്കിൽ NCERTയുടെ സൈഡിൽ തന്നെ കുറിച്ച് വെച്ചാലും മതി. പക്ഷേ ഇറ്റ്സ് ഈസിയർ വെൻ യു ഹാവ് എ നോട്ട്ബുക്ക്. ആ പോയിന്റ്സ് എഴുതി വെക്കുന്നത് ആർ സോ ഡാം ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അതിലേതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ ബോർഡ് എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. Now my third point is again NCERT എന്ന് തന്നെ. It's NCERT examples. Again, very, very, very important. Everybody skips NCERT examples. Almost, I think 90% of the people skip NCERT examples. I don't know why. Maybe because it's difficult, maybe because they don't think it's important, or maybe because they don't read NCERT in the first place. എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എഗെയിൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയുണ്ട്. ബിക്കോസ് എവറി ഇയർ ഐ തിങ്ക് ദേ വിൽ അറ്റ്ലീസ്റ്റ് പുട്ട് വൺ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് NCERT എക്സാമ്പിൾസ്. അത്യാവശ്യം പാടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് NCERT എക്സാമ്പിൾസിലുള്ളത്. സോ ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മേ ബി എന്താ പറയുക ഭയങ്കര ഡിസ്കറേജ് ഓർ ഡീമോട്ടിവേറ്റഡ് ഒക്കെ ആകും. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇസ് ഗോ ടു യൂട്യൂബ് ചാനൽസ് ദാറ്റ് ഡു NCERT എക്സാം. അത് ഡയറക്ട്ലി NCERT നിന്ന് വായിക്കുന്നതിലും ഇറ്റ് വുഡ് ബി മച്ച് ഈസിയർ ഇഫ് യു റിഫർ ടു എ യൂട്യൂബ് ചാനൽ വീഡിയോ, ബിക്കോസ് ഇറ്റ് എക്സ്പ്ലെയിൻസ് എ ലിറ്റിൽ ബിറ്റ് മോർ ബെറ്റർ ഇൻ മൈ ഒപ്പീനിയൻ. നൗ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ തൊട്ട് മുന്നത്തെ വർഷത്തെ പേപ്പർ ചെയ്യാനായിട്ട് എന്തായാലും മടിക്കരുത്. ബിക്കോസ് എഗെയിൻ ഞാൻ ഒരു ചാനൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ ഫിസിക്സിൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ചാനലായിരുന്നു അത്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയറിലെ എല്ലാ ഫിസിക്സിൻ്റെ എല്ലാ സെറ്റിലെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സാർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ എല്ലാം ഒന്നും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല, സമയം ഉണ്ടായില്ല. പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഇരുന്ന് ചെയ്യുമായിരുന്നു. ആൻഡ് വൺ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ഞാൻ ഓൾമോസ്റ്റ് എങ്ങനെയാണോ ചെയ്തത്, ഡയറക്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് തന്നെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ടു സ്റ്റണ്ട്. ലാസ്റ്റ് ഇയർ അങ്ങനെ ചോദിക്കും. ഞാൻ വിചാരിച്ച ഒരു കുറച്ച് നാളും ഒരു 3 years back 2 years back ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ വൺ തിങ് ഐ നോട്ടീസ്ഡ് ഇസ് ദാറ്റ്
തൊട്ട് മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ യു ഷുഡ് നെവർ സ്കിപ്പ് ഇറ്റ്. ആൻഡ് ആ ചാനലിൽ ലിങ്ക് ഉണ്ട്, ഞാൻ താഴത്ത് കൊടുക്കാം. അന്ന് ഞാൻ കണ്ടുപിടിച്ച ചാനലാണ്, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി മെൻഷൻ ഇറ്റ്. നൗ യൂട്യൂബ് ചാനൽ റെക്കമെൻഡേഷൻ. ഞാൻ ആദ്യം കണ്ടുപിടിച്ച ചാനൽ അരവിന്ദ് സാർ എന്ന് പറഞ്ഞൊരു ചാനലാണ്, ഹിന്ദി ചാനലാണ് അഗെയിൻ. പക്ഷേ അഗെയിൻ ഇറ്റ്സ് ഇംഗ്ലീഷ്, യു നോ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കുറച്ചൊക്കെ. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ചാനൽസ് കാണാതിരിക്കരുത്. ഇറ്റ്സ് വെരി ഗുഡ് ഓൺലി. ലൈക്ക് ട്രൈ ടു വാച്ച് ഇറ്റ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഇറ്റ്സ് സോ ഗുഡ്. ഹിസ് വൺ ഷോട്ട്സ് ആർ അഗെയിൻ വെരി വെരി ഗുഡ്. നമുക്ക് ഒത്തിരി ടൈം കൺസ്യൂമിങ് അല്ല. നമുക്ക് ഒരു ചാപ്റ്റർ എന്താ പറയുക, സ്ക്രാച്ച് ചെയ്ത് തുടങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനാണെങ്കിലും ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി കാണാനാണെങ്കിലും ഒക്കെ ദിസ് ചാനൽ ഈസ് ഗ്രേറ്റ്. Now, one very important advice that I have to give you guys is that it's okay if you don't know how to solve problems. ഞാൻ ഫിസിക്സ് ആദ്യം ചെയ്യാൻ തുടങ്ങിയ സമയത്തല്ല, ബോർഡ് എക്സാമിൻ്റെ ആ ഒരു സമയം വരെ ഒരു 80% ഓഫ് ദ ക്വസ്റ്റ്യൻസും ഞാൻ സൊല്യൂഷൻ റെഫർ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് 20% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തതിൻ്റെ ആ ഒരു നോളജിലാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. സോ ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു സോൾവ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യനും കാണാപ്പാടം പഠിക്കാനല്ല ഞാൻ പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് മെത്തേഡ്, എനിക്ക് ഈ മെത്തേഡ് മനസ്സിലായി. ഇഫ് അനദർ ക്വസ്റ്റ്യൻ ആസ്ക് ഇൻ എ സിമിലർ മാനർ, എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മെത്തേഡ് യൂസ് ചെയ്തു, അങ്ങനെ ആലോചിച്ച് ആ ഒരു പെർട്ടിക്കുലർ സബ് ടോപ്പിക്ക് മനസ്സിലാക്കിയെടുക്കുക. ഒരു സബ് ടോപ്പിക്കിൽ നിന്ന് ഒരു ഇന്ന amount of questions ചെയ്യുമ്പോൾ തന്നെ we'll get to understand that subtopic. So that's it. If you liked this video, please do like and subscribe because your support means a lot to me. And ingante chemistry and maths video venengil just comment it down because I'll definitely love to make a video about it too. See you in the next video. Bye.